സമരം കടുപ്പിക്കാനൊരുങ്ങിയ ആശാ വർക്കർമാർ മാർച്ച് 3-ന് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച്. രാപ്പകൽ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഇപ്പോൾ അല്പസമയത്തിന് മുൻപാണ് സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഒരു പോലീസ് നോട്ടീസൊക്കെ നൽകിയത്. അപ്പോഴും അവർ സൂചിപ്പിച്ചിരുന്നു ഈ സമരം മുന്നോട്ട് തന്നെയെന്ന്. ഇപ്പോൾ എന്താണ് ഈ നേതൃത്വം നൽകുന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇക്കാര്യത്തിൽ? ആശാവർക്കർമാർ സമരവുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. സമരം കുറച്ചുകൂടി കടുപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. മാർച്ച് 3-ന് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. രാപ്പകൽ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, എന്താണ് അവർ ഇപ്പോൾ ഇക്കാര്യത്തിൽ പറയുന്നത്? അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ മഹാസംഗമത്തിൽ പങ്കെടുത്തവർക്ക് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് അയച്ചത് ഡോക്ടർ കെ ജി താര, ഡോക്ടർ എം ബി മത്തായി, ജോസഫ് സി മാത്യു എന്നിവർക്കായിരുന്നു നോട്ടീസ്. ആ സമയത്ത് തന്നെ തങ്ങൾ സമരം നിർത്താൻ പോകുന്നില്ല, അവസാനിപ്പിക്കുന്നില്ല, ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് ആശാവർക്കർമാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സമരം വീണ്ടും ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിയമസഭയിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ നിലവിൽ സമരപന്തലുള്ള സെക്രട്ടേറിയറ്റിൽ നിന്നും നിയമസഭയിലേക്ക് മാർച്ച് 3-ന് മാർച്ച് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ തീരുമാനം. എന്തായാലും തങ്ങളുടെ സുപ്രധാന ആവശ്യങ്ങളായിട്ടുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ആശാവർക്കർമാർ പ്രധാനമായും ആരോപിക്കുന്നത് സമരം ആരംഭിച്ച് 18 ദിവസമായിട്ടും സർക്കാർ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനോ ഒരു തുടർ ചർച്ചയ്ക്കോ തയ്യാറായിട്ടില്ല. കൂടാതെ പല മാർഗത്തിലൂടെ തങ്ങളുടെ സമരം അടിച്ചമർത്താനുമാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ നാളെ ഫെബ്രുവരി 27 നാളെ ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലും 28-ന് കൊല്ലത്തും കോഴിക്കോട് ജില്ലയിലും കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും നാളെ 18-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആശാവർക്കർമാരുടെ സമരം. എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മാർച്ച് 3-ന് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നിയമസഭയിലേക്ക് ആശാവർക്കർമാർ സംഘടിപ്പിക്കുന്നത്. സ്വാതി. ശരി ഹാൻസ്, ആശാ വർക്കർമാർ സമരം കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. മാർച്ച് 3-ന് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും നേതൃത്വം നൽകുന്ന ആളുകൾ അറിയിച്ചിട്ടുണ്ട്.